രാവിലെ ഇങ്ങനെ കയറിയൊക്കെ നിൽക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കയറി നിൽക്കുന്ന ഞാൻ ഷീറ്റൊക്കെ വിരിക്കുന്ന കണ്ടോണ്. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മോനെയും കൊണ്ട് ഇന്ന് എക്സ്റേ എടുക്കാൻ പോകുന്നു കേട്ടോ. എക്സ്റേ എടുക്കാൻ പോകണതിൻ്റെ ആ ഒരു യാത്ര, മോൻ്റെ യാത്രാവിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. കട്ടിലൊന്ന് അടുപ്പിച്ചിട്ടു കേട്ടോ മോൻ. മറ്റത് ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തു വിടുന്ന നമുക്ക് ഇവിടെ സൈഡൊക്കെ അടിക്കാനും ഈ ഷീറ്റൊക്കെ വിരിക്കാനാണ്. അപ്പോൾ അവൻ ഇന്നലെ ഇത് ഗ്യാപ്പ് അങ്ങ് മാറ്റി, അതുകൊണ്ട് അവൻ കയറി നിൽക്കുന്ന. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയത് പാഴായി പോവുകയും ചെയ്തു കേട്ടോ. 2 പ്രാവശ്യം അവരോട് ഫോൺ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അവർ വരാൻ പറഞ്ഞു. അവർ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്നവരാണ് കേട്ടോ. പോയപ്പോൾ വെറുതെ പാഴായി പോയി. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ കാണാം. മോനെ കൊണ്ടുപോകുന്ന വീഡിയോസൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ അവർ ഇന്നലെ പറയണ്ടേ മെയ്ദിനമാണ് അവിടെ അവർ വീട്ടിൽ വന്നിട്ട് നമ്മൾ വാറ് ഫോൺ വിളിച്ചും ചോദിച്ചു കൊണ്ടുവരട്ടെ എന്നിട്ട് അത്രയും ദൂരം പോവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ യാത്രാവിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആക്ച്വലി വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ അവനെ ബെൽറ്റ് ഇടാറില്ല കേട്ടോ. പക്ഷെ നമ്മൾ ആ ലാബ് സെൻറ്ററിൽ പോകുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അവനെ അത്ര സേഫ്റ്റി ആയിട്ടൊക്കെ പോകുന്നത്. കാരണം വേറെ പെറ്റ്സും അവരുടെ പേരൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ളവർ ബെൽറ്റും മാസ്കൊക്കെ വെക്കണമെന്ന് പറയും കേട്ടോ. കാരണം വല്ല ബൈറ്റ്സ് സിംറ്റംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇവനെന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ഇവനെ പിടിച്ച് പൊക്കെ വേറെ ആൾക്കാരൊക്കെ പിടിക്കാൻ പോയാൽ ഇതുപോലെ അവനെ സ്നേഹിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ആ സമയത്ത് അവന് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എന്തിനാ നമ്മൾ അതിന് വേണ്ടി അങ്ങനെ ഒരു പരീക്ഷണത്തിന് പോകണ്ടെന്ന് വിചാരിച്ച് എപ്പോഴും ഡോക്ടറൊക്കെ പറഞ്ഞു, അവിടത്തുള്ളവരും പറഞ്ഞു മാസ്ക് വെച്ചുകൊണ്ട് വരാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ബെൽറ്റ് അങ്ങനെ കെട്ടാറില്ല. അവനെ ബെൽറ്റ് കെട്ടിക്കൊണ്ട് പോകുന്നതും മാസ്ക് എൻ്റെ കയ്യിലുണ്ട്. അവിടെ ചെന്നതിന് ശേഷം മാസ്ക് വെച്ചിട്ട് ആ എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ, അതായത് ഇവനെ പൊക്കിക്കിടത്തുമ്പോൾ ഇവൻ കയറൂലേ, അപ്പോൾ അതിന് വേണ്ടി മാത്രം ആ മാസ്ക് വെക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മാസ്ക് ഊരും കേട്ടോ. അങ്ങനെയാണേ. അപ്പോൾ ബെൽറ്റ് കെട്ടിയെന്ന് പറഞ്ഞാൽ ആരും ഒന്നും വിഷമിക്കരുത്. ബെൽറ്റ് കെട്ടുന്നത് നമ്മുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടേ. റോഡിൽ കൂടെയൊക്കെ ക്രോസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇവൻ റോഡിലേക്ക് ഓടുകയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മൾ ബെൽറ്റ് കെട്ടി കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് നല്ലൊരു വിശേഷമായിട്ട് അവന് ഭയങ്കര സന്തോഷമായിട്ടോ കൊണ്ടുപോയ വീഡിയോ. കൊണ്ടുപോകുമ്പോഴേ നമ്മൾ അവനെ കൊണ്ടുപോകാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ ഒത്തിരി ദൂരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞങ്ങൾ ബെൽറ്റ് കിട്ടാറില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബെൽറ്റ് കിട്ടും. അല്ലെങ്കിൽ ഓടിപ്പോയി കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. പിന്നെ കൈയുടെ ഇതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇതൊക്കെ കുറഞ്ഞു വരുന്നു. ഇച്ചിരിയേ ഉള്ളൂ കുറയാൻ. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോന് ഈ ഡിസ്ബാലൻസ് വന്നുകൊണ്ട് ഡോക്ടർ മെഡിസിൻ നിർത്താൻ പറഞ്ഞു. പിന്നെയും ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഇതിന് ഇവൻ്റെ ഈ ഒരു അസുഖമല്ല, അവന് എന്താണ് ചിലർ പറയുന്നത് ഈ തറയിൽ കിടന്നിട്ട് സ്ലിപ്പായതിന് അതുകൊണ്ടാണെന്ന്. ചിലവർ പറയുന്നു ഹിപ്പിൻ്റെ ഇതെന്ന്. ഇപ്പോൾ ഏതായാലും എക്സ്റേ ബ്ലഡിലൊന്നുമില്ല കേട്ടോ. ബ്ലഡ് ഒരു 10-12 ടെസ്റ്റായി, പക്ഷേ ഒന്നുമില്ല. ബ്ലഡിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടി. എക്സ്റേയിലും വേറെ ഒന്നും ഉണ്ടാവില്ല. അവനെ വല്ല ഹിപ്പിൻ്റെ അവന് ഈ ഇന്നലെ നടത്തിച്ചപ്പോഴേ ബാക്കിൻ്റെ ഒരു കാലാണ് അവന് ഏന്തി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവന് കാരണം ഞാൻ നാട്ടിൽ പോകൽ ക്യാൻസൽ ചെയ്തു. ഇനി ഇവന് എക്സ്റേ ഒക്കെ എടുത്തൊന്ന് ഡോക്ടറിനെ കാണിച്ച് മെഡിസിൻ ഒരു 10-15 ദിവസം ഞാനില്ലാതെ മെഡിസിൻ കൊടുക്കാൻ പറ്റൂല. അവന് മെഡിസിൻ വായിലിട്ട് വേറെ ആരും കൊടുത്താൽ അവൻ കഴിക്കത്തില്ല കേട്ടോ. ഭക്ഷണവും അപ്പോൾ ഒരു 10-15-20 ദിവസം മെഡിസിൻ കൊടുത്തിട്ട് ഞാൻ മോളും കൂടെ ഒന്ന് 2-3 ദിവസം പോയി എല്ലാവരെയും കണ്ടിട്ടൊക്കെ വരാം എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഇവന് റിക്കവർ ആയതിനു ശേഷമൊക്കെ പോയി 1 മാസം നിൽക്കാമെന്ന് വിചാരിച്ചു. കാലു ഇതേ മതിലിൽ കയറി നിൽക്കുന്നു. കാളുവിനെ പിടിക്കുന്നുണ്ടോ? കാളു മതിലിൽ കയറി നിന്നിട്ട് ഇതേ ഇരുട്ടത്ത് നമ്മുടെ മതിലിൽ നിൽക്കുന്ന കണ്ടോ? കാളു കറുപ്പായിട്ട് കണ്ടോ നിൽക്കുന്നത്. അതാണ് ഇവൻ കിടന്നിട്ട് ഈ വിളിക്കുന്നത്. ഇറങ്ങിപ്പൊക്കോ എന്നാണ്. കാളു ഇറങ്ങിപ്പൊക്കോ.
ഇന്ന് കാലു ഗ്രില്ല് തുറന്നിട്ടിട്ട് ഇവനെ മോർണിംഗ് വാക്കിൽ ഡാഡി കൊണ്ടുപോയി. രാത്രിയായപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ബെഡ്റൂമിൻ്റെ അവിടെ വന്നിരിക്കുന്നു. കാലു കണ്ട കാലു നീ പൊക്കോ. അവിടെ കിടന്നവൻ അവനവിടെ കിടന്ന്. മോനെ എന്തിനാ അവിടെ ഇരിക്കുന്ന വന്നേക്കെ ഇവിടെ. കാലു പൊക്കോളൂ, അവനവിടെ കിടന്ന്. അവന് ആ മുകളിൽ സ്വസ്ഥതയായിട്ട് കിടക്കണം മോനെ. മുകളിൽ സ്വസ്ഥതയായിട്ട് കിടക്കട്ടെ അവൻ. ആ സ്വസ്ഥതയായിട്ട് കിടക്കുന്നതാ മുകളിൽ. കണ്ടില്ലേ അവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടില്ലേ അതിൻ്റെ അവിടെയായിട്ട് ഗേറ്റിൻ്റെ അവിടെ ആ മുകളിലായിട്ട് അവൻ കിടക്കുന്നത് കണ്ടോ. അവിടെ അതിൻ്റെ ഇടയ്ക്ക് അവന് ചോറ് കൊടുക്കുന്നവർ ആ മോപ്പും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ബോളിലാണ് കിടക്കുന്നത് അവൻ. ആ മോപ്പും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവരുടെ പാത്രവും ഇരിപ്പുണ്ട്. അതാരാടാ? അച്ഛയോട് പറ അവൻ അവിടെ കിടക്കണമെന്ന് പറ. അച്ഛ ദൈ വരണുണ്ട്. പറഞ്ഞേ ഡാഡി അവനവിടെ കിടപ്പുണ്ടെന്ന് പറ. കാലു അതിൻ്റെ മുകളിൽ കിടപ്പുണ്ട്. നമ്മളവനെ എക്സ്റേ എടുക്കാൻ പോകുന്നു. വണ്ടി വന്നു കേട്ടോ. പിടിയ ഞാൻ പൂട്ടിയിട്ട് വരാം. കയറി. അവിടെ ഇരുന്നോ. ചേട്ടാ ഇരുന്നോടെ അവിടെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളവനെ എക്സ്റേ എടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നോ പൊന്നോ. അവിടെ ഇരുന്നോ പൊന്നോ. അവിടെ ഇരുന്നോ. ആ വണ്ടിയൊക്കെ കണ്ടുകൊണ്ടിരുന്നോ അവിടെ കേട്ടാ. അവിടെ ഇരുന്നോ. നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. അവിടെ പേടിക്കും ചെയ്യല്ലേ. മോത്തുള്ളതുണ്ട് ഞാൻ കൊണ്ടുവന്നു. ഡാഡി പറഞ്ഞു അവിടെ ഇറങ്ങാൻ നേരത്ത് കെട്ടിയത്. ഇപ്പോഴേ കെട്ടി. അവനൊരു സഫക്കേഷൻ. സൈഡിൽ നിർത്തിയിട്ട് ഒതുക്കിയിട്ട് അധികം വെക്കണ്ട. കഴുത്തെങ്ങാനും പുറത്തേക്ക് ഇടും. വേണ്ട. ആണ് പക്ഷെ അവൻ കഴുത്തേ കണ്ട. എല്ലാവരും കണ്ട പോന്നു. കണ്ട റോഡൊക്കെ കണ്ട. തല പുറത്തേക്ക് ഇടല്ലേ. എന്നാലും അങ്ങനെ തുറക്കുന്നില്ല. ചെയിൻ ചിലപ്പോ ഊരി പോകണ്ടാണ് മറ്റത് കെട്ടിയത്. കണ്ടോണ്ടിരുന്നു കേട്ടാ. കണ്ട പൊന്നു പുറത്തൊക്കെ കണ്ട. വണ്ടി പോകുന്നൊക്കെ കണ്ട. പൊന്നുമാ സ്കൂബിച്ചു കണ്ട പൊന്നു. പൊന്നിച്ച് മുതുകിൽ കെട്ടണ ബെൽറ്റാണെങ്കിൽ ഊരിപ്പോകും. പൊന്നിച്ച് ഊരിക്കളയും അതൊക്കെ. പൊന്നിച്ചിന് വെള്ളവും ബാത്റൂം ഒക്കെ എടുത്ത് വെള്ളം കുടിക്കാനൊക്കെ. നമുക്കിപ്പോൾ വണ്ടിയുടെ അകത്താണെങ്കിൽ ബെൽറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവിടെ പോകുന്നുള്ളതുകൊണ്ട് ബെൽറ്റ് വേണം, മാസ്ക് വേണം. ഇനി അവിടെ ചെന്നിട്ട് വേണം മാസ്ക് കെട്ടിക്കൊടുക്കാൻ. ഇപ്പോഴേ കെട്ടിക്കൊടുത്ത അവന് എത്തിയാ. അപ്പോൾ എത്തി. മാസ്ക് ഒന്ന് കെട്ടിക്കൊടുക്കട്ടെ. അവിടെ ഉണ്ടല്ലോ അവധിയായിട്ടോ. ഒന്ന് മെയ് 1-ാം തീയതി ആയിട്ട്
ഇവനെ ഒന്ന് മട്ടിൽ അവിടെ ഒന്ന് ചുറ്റി വരട്ടെ. അവർ ഇന്നലെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയണ്ടേ അവധിയാണെന്ന്, അവർ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നാളെ ഇനി ഒന്നും കൂടെ വരണം അവനെ എക്സ്റേ എടുക്കാൻ വേണ്ടി. അപ്പോൾ അവനിവിടെ ഒന്ന് മോനെ ഒന്ന് ചുറ്റിച്ചിട്ടൊക്കെ വരും. അപ്പോൾ അവന് വെള്ളവും പാത്രമൊക്കെ ആയിട്ട് ഞാൻ വന്നു കേട്ടോ. ഇന്നലെ 2 പ്രാവശ്യം അവരെ വിളിച്ചതാണ്. ബ്ലഡ് റിപ്പോർട്ടൊക്കെ കിട്ടി, ഒന്നുമില്ല. പക്ഷേ എക്സ്റേ ഇനി എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇനി ഒരിക്കൽ കൂടെ വരണം. 2 പ്രാവശ്യം ഫോൺ ചെയ്തപ്പോഴും അവർക്ക് പറയാൻ പാടില്ലേ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന അവനെപ്പോൾ ഈ ഒരു മൈതാനത്ത് ഇത്തിരി നടത്തിച്ചിട്ടും വീട്ടിലേക്ക് പോവാം. ഇനി മോനൊരു ദിവസം അവധി എടുക്കാതെ വരാൻ പറ്റില്ല. എന്നാൽ അവർ ഇന്നലെ നമ്മൾ 2 പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോൾ അവർ പറയണ്ടേ അവധിയാണെന്ന്, അവർ ഇട്ട് പറഞ്ഞുമില്ല. മെയ് 1-ാം തീയതി അവധിയാണെന്ന് ഇവിടെ വന്നപ്പോൾ കൂട്ടിയിരിക്കുന്നു. എന്നാലും കൊച്ചിനെ കൊണ്ടൊന്ന് ചുറ്റിച്ചിട്ടും മൈതാനത്തൊക്കെ പോയി ഒന്ന് ചുറ്റിച്ചിട്ടും വരാം. പൊന്നു വെള്ളം കുച്ചുണ്ടാ നടന്നിട്ടൊക്കെ വേട്ടാ. അവിടെയൊക്കെ ചേട്ടൻ കൊണ്ടുപോയി അവിടെ നടത്തിക്കും. മമ്മി വണ്ടിയുടെ അകത്തിരിക്കാം. പിന്നെ മറിച്ചിടല്ലേ. പോയിട്ട് വാ കേട്ടോ. പാവം നടത്തിച്ചിട്ട് വരട്ടെ അവനെയും കൊണ്ട് പോയി. പിന്നെ ഏതായാലും ഇവിടെ വന്നില്ല. അപ്പോൾ ഏതായാലും ഞങ്ങളിവിടെ മോർണിംഗ് വാക്കിനൊക്കെ നേരത്തെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്ന് ഈ കുളത്തിൻ്റെ അവിടെയൊക്കെ മോർണിംഗ് വാക്കിനൊക്കെ ഇരുന്നിട്ട് വരും. ഇവിടെ ഒരു മൈതാനമുണ്ട്. അപ്പോൾ ഈ മൈതാനത്തൊക്കെ പോയി ചുറ്റിയിട്ടൊക്കെ വരും. ഞാൻ റോഡിലേക്ക് കൊണ്ടുപോയി ഇവനെ എൻ്റെ പിടിയിൽ നിൽക്കൂല കേട്ടോ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അവന് ഒരു ദിവസം അവധി എടുത്തിരുന്നാലേ ഇനി എക്സ്റേ എടുക്കാൻ വേണ്ടി വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവനെ ഒന്ന് ചുറ്റിച്ചിട്ട് വാന്ന് പറഞ്ഞു. അവനെ കൊണ്ടൊന്ന് കറക്കാൻ പോയതാട്ടോ. അപ്പോൾ അവൻ്റെ പാത്രങ്ങളും വെള്ളമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കൊടുക്കാൻ. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിള്ളയ്ക്ക് കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ വേണ്ടി പാത്രവും ഈ കുപ്പി ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അവന് വെള്ളം ദാഹിക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. അവിടെ പോയി ചുറ്റിയൊക്കെ വരുമ്പോൾ ഇത്തിരി വെള്ളം ദാഹിക്കും, കുടിക്കും. ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നു കേട്ടോ. എക്സ്റേ എടുക്കണമെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് കൊണ്ടുവന്നിരുന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ഇന്നലെ ബ്ലഡ് ചെക്ക് ചെയ്തു. ഇഷ്ടം പോലെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ എക്സ്റേയിൽ ഇനി എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അടുത്തുള്ള ഒരു സ്ത്രീ പറഞ്ഞു അവരുടെ അനിയത്തിയുടെ വീട്ടിലുള്ള പെറ്റിനും ഇതുപോലെ ഇടയ്ക്കൊന്ന് ഡിസ്ബാലൻസ് വന്നു. അപ്പോൾ അത് ഹിപ്പിനായിരുന്നു. അത് മെഡിസിൻ കൊണ്ട് മാറും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ അവനത് ഈ കുളത്തിൻ്റെ അകത്ത് ഒരു മൈതാനമുണ്ടേ. അപ്പോൾ അവിടത്തേക്ക് ചുറ്റാൻ വേണ്ടി കൊണ്ടുപോയിരിക്കണം. ഒന്ന് ചുറ്റിയിട്ടൊക്കെ കൊണ്ടുവരട്ടെ. അവനൊരു ആനന്ദം ഉണ്ടാകട്ടെ. എപ്പോഴും വീട്ടിൽ ഇരിക്കുന്നതല്ലേ. ഇവന് നമുക്ക് ചുറ്റാൻ എപ്പോഴും നമുക്ക് വണ്ടിയുണ്ട്. കുഴപ്പം അത്ര ദൂരെ പോയി കേട്ടോ കൊച്ച്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒറ്റയ്ക്ക് വണ്ടിയിൽ ഇരിക്കുന്നുള്ളതുകൊണ്ട് ഒരു കള്ളൻ ചെക്കനാണ് കേട്ടോ. വന്ന് നോക്കുന്നതാണ് കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കളവൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാനൊക്കെയാണ് നോക്കിയത്. അവൻ ഇച്ചിരി ദൂരെ പോയിട്ടുണ്ട്. കൊണ്ടുവരട്ടെ. ഇപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇവനെ ഇത്രയും ഭാരമുള്ളതുകൊണ്ട് ഇവനെ ഓടും വലിച്ചെടുത്തോണ്ട്. അതാണ് കാരണം. അതുകൊണ്ടാണ് ഒന്ന് കൊണ്ടുപോയിട്ട് വരാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഇപ്പം നേരത്തെ അവനെ കൊണ്ടുപോകാമായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവനും സൗകര്യമില്ല. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ആവശ്യത്തിന് ജംഷഡ്പൂർ, ആസാം, സൂൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി 2 ദിവസം കഴിഞ്ഞൊക്കെ വരത്തുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഇത്ര ദൂരെയൊന്നും ഒറ്റയ്ക്ക് കൊണ്ടുവരാനും പറ്റില്ല. പിന്നെ മോള് ഡ്രൈവിങ് ചെയ്യും കേട്ടോ. പക്ഷെ മോൾക്ക് അതിനുള്ള ടൈമും ഇല്ല. മോളിങ്ങനെ കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ മീറ്റിങ്ങിനൊക്കെ പുറത്തും അങ്ങനെ. അപ്പോൾ അതായതുകൊണ്ട് അതിനകത്തുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് ഇവനെ കൊണ്ടുവരാൻ പറ്റാത്തല്ലേ. നമുക്ക് കൊണ്ടുവരാനൊക്കെ എപ്പോഴും പറ്റും. നമുക്ക് കാര്യങ്ങളായിട്ട് എവിടെയെങ്കിലും വണ്ടിയിൽ കൊണ്ടുപോയി അവനെ നേരത്തെയൊക്കെ ചുറ്റിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ വീട്ടിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്
ഈ ഫ്ലാറ്റിലേക്ക് കയറിയപ്പോൾ ഭയങ്കര തിരക്കായിപ്പോയി നമ്മൾ. വരുന്നേ, ദൂരേന്ന് നോക്കണേ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. വരുന്നുണ്ട്, ഫ്രണ്ടിങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കി നോക്കി വരുന്നുണ്ട്. കാണുന്നില്ല അല്ലേ? ആ വണ്ടിയുടെ പിറകെ ഇങ്ങനെ വരുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ. അവൻ കൊണ്ടുവരുന്നുണ്ട്. അവിടെ വരെ ഒന്നും നടത്തിച്ചിട്ടും പോയി കൊണ്ടുവന്നു. പാവം കുഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു റിക്ഷ വന്നുകൊണ്ട് വരുന്നു. കണ്ടോ നടന്ന് വരുന്നു. നോക്കൂ, പാവം, കണ്ടില്ലേ? വരുന്നു. ഭയങ്കര സന്തോഷമായി അവന് പുറത്തൊക്കെ കൊണ്ടുപോയി നടത്തിച്ചപ്പോൾ കേട്ടോ. ഒരു കാലിലാണ് പ്രോബ്ലം. അതിങ്ങനെ നമ്മുടെ ടൈൽസ് സ്ലിപ്പാവുന്നല്ലേ, അപ്പം ഇങ്ങനെ കിടന്ന് വന്നതാണെന്നാണ് മോൻ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം 2-3 പേര് അങ്ങനെ എന്നോട് പറഞ്ഞ് ഈ സ്ലിപ്പായിട്ടാണ് തറയിൽ. പോയാ പൊന്ന്? നമ്മുടെ പൊന്ന് പോയാ? പിന്നെ ഇവിടെ വേറെ സ്ട്രീറ്റ് പപ്പീസ് ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു റോഡിലൊന്ന്. അപ്പം ഇന്ന് മോനമായിട്ട് വെറുതെ ഒരു യാത്ര വണ്ടിയിൽ കുഞ്ഞിനെയും കൊണ്ട്. നമ്മൾ ഇതിനേക്കാൾ ദൂരെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ദേശപ്രിയ വരെയൊക്കെ നമ്മളെ കൊട്ടക്കൽ പോകുന്ന സൈഡിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ ഇവനെയും കൊണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവനെയും കൊണ്ട് നമുക്ക് കോട്ടക്കലിലോ കടയിലോ ഒക്കെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാൾ വണ്ടിയിൽ തന്നെ ഇരിക്കണം. അതിൻ്റെ ഒരു ഇത് കാരണമാണ് അവനെ കൊണ്ടുപോകാത്തത്. നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം നമ്മുടെ ഫ്രണ്ട്സിനും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ. അവിടെ ഇരുന്നോ മോന്? അവിടെ ഇരുന്നോ? അവിടെ എൻ്റെ ഇടയ്ക്ക് അവനെ നോക്കുന്നതാണ്, ചേട്ടനെ നോക്കുന്നതാണ് വണ്ടി ഓടിക്കുന്നത്. ശരി, വെള്ളം വേണോ പോന്നിന്? അവിടെ ഇരുന്നോ. മാർക്കറ്റാണ് ഇവിടെ. അവന് കണ്ട മാർക്കറ്റൊക്കെ കണ്ട പൊന്നു? ഇങ്ങനെ വന്നേക്ക്, ചേട്ടൻ്റെ തോളിൽ തല വെച്ചിരിക്കുന്നു. അവിടെ ഇരുന്നോ. ഇവനെ വിളിക്കുന്നതാണ് കേട്ടോ. ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നതല്ലേ, വിളിക്കണ്ട പൊന്നു. ടിഷ്യൂ പേപ്പർ കൊണ്ടുവരണമായിരുന്നു, കൊണ്ടുവന്നില്ല. വെള്ളം വേണോ പൊന്നിന്? വെള്ളം വേണോ? വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചാ പൊന്നോ? വെള്ളം കുടിച്ചാ? ഞങ്ങളങ്ങനെ വണ്ടി ഇപ്പോൾ ഗ്യാരേജിലാക്കണം. അവൻ വന്ന് അവനെ നോക്കുന്ന. അവനെ മാങ്ങാക്കാരൻ അവിടെ നിൽപ്പുണ്ട്. വേറൊരു മാങ്ങയാണ്. എല്ലാവരും മാങ്ങ മേടിക്കണമെന്നുണ്ട്. മാങ്ങ മേടിക്കാൻ വേണ്ടി അവൻ അവിടെ നിൽക്കുന്നത്. മാങ്ങ കണ്ടപ്പോഴേ മാങ്ങ മേടിക്കാൻ വേണ്ടി മോൻ അവിടെ നിൽപ്പുണ്ട്. അതാണ് അവൻ നോക്കുന്നത്. കഴുത്ത് വേലി എടുക്ക പോന്നോ? പതുക്കെ ചേട്ടൻ വന്നോളൂ. വണ്ടി പിന്നെ ഇത് വണ്ടി ഗ്യാരേജിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് വേണം വരാൻ. വണ്ടിയിൽ സീറ്റിൽ ഇച്ചിരി ചെളിയായി ഇവൻ്റെ കാലിൽ. നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കാൻ മറന്നുപോയി കേട്ടോ. മറ്റത് ടിഷ്യൂ പേപ്പർ എപ്പോഴും അതിൻ്റെ അകത്ത് ഉള്ളതാണ്. കുറേ നാളായിട്ട് ഇവനെ കൊണ്ടുപോകാത്തതുകൊണ്ട് നമ്മളത് ഇത് കണ്ടോ. മോൻ അവിടെ ഇരിപ്പുണ്ട്. മാങ്ങ മേടിക്കാൻ വേണ്ടി കണ്ടോ. മാങ്ങക്കാരൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇത് ഇന്നലെ ഡാഡി മേടിച്ച മാങ്ങയല്ല, ഇത് വേറെ തരം മാങ്ങയാണ് മേടിക്കാൻ. ഒക്കെ പോകുന്നു ചക്ക.
ചേട്ടൻ വന്നോളൂ, ചേട്ടൻ മാങ്ങ മേടിച്ചോണ്ട് വരട്ടെ. എൻ്റെ സ്കൂബോ വീട്ടിനകത്ത് കയറുന്നില്ല. അവൻ ഇല്ലല്ലോ, അവൻ വരുന്നില്ലല്ലോ. മോൻ വന്നാലേ ഇനി കയറുള്ളൂ. അവൻ വണ്ടിയില്ലേ, മോൻ വന്നാലേ കയറുള്ളൂ. അതിനാണ് മാങ്ങ മേടിച്ചോണ്ട് വന്നു അവൻ. അയ്യോ ശരി വിട്ടൊക്കെ വിട്ടൊക്കെ വിട്ടൊക്കെ. ബാ 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 പോവാം പോവാം ബാ പോവാം ബാ. പറയുന്നു എന്നെ വന്ന് പറയണാണ്, ചേട്ട വന്ന്. മമ്മി ഓടി വാ, ചേട്ട വന്ന് വാതിൽ തുറന്നു. ഓ ഓ ഓ വന്ന ചേട്ടാ. അവനവിടെ പോയതാണെന്ന് ചോദിക്ക്. ചേട്ടനെ പുറത്തുനിന്ന് വന്നാണ്. അപ്പോൾ ഓടി വന്ന് എന്നോട് ഓടി വന്ന് എന്നെ നോക്കണേ, ചേട്ടാ വന്നെന്ന്. മതി മതി സ്നേഹം. അകത്ത് പോവാനല്ല അത്. ഇനി കുറച്ച് നേരം ചേട്ടനായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്നോളെ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.